കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കാണാനിടയായി. ഭക്ഷ്യവിഷബാധയേറ്റ് കുറേ പേർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതാണ് സംഭവം. ആ വാർത്ത കണ്ടപ്പോഴാണ് ചില സംഭവങ്ങൾ, അനുഭവങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിലേക്ക് വന്നത്. അതിലൊന്ന്, ഒരു ഹോട്ടലിൽ കുറേ ആളുകൾ ഭക്ഷണം കഴിക്കാൻ വരുന്നു. അപ്പോൾ അവരോട് അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ആ ഹോട്ടലിൻ്റെ ഉടമ അതേ ഹോട്ടലിൽ നിന്നാണ് ഞങ്ങളൊക്കെ കഴിക്കുന്ന അതേ ഭക്ഷണമാണ് അയാളും കഴിക്കുന്നത്. ഇങ്ങനെ ചില ഹോട്ടലുകളുണ്ട്. ഭക്ഷണം, നല്ല ഭക്ഷണം, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന, വൃത്തിയിലും വെടിപ്പിലുമൊക്കെ പരമാവധി ശ്രദ്ധ പുലർത്തുന്ന, മായം കലർത്താതിരിക്കുന്ന, വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ചില ഹോട്ടലുകൾ. എന്നാൽ എൻ്റെ യാത്രക്കിടയിലുണ്ടായ മറ്റൊരു അനുഭവം എന്ന് പറയുന്നത്, പല ഹോട്ടലുകളും വൃത്തിയിൽ വളരെ പിന്നിലാണ്. അത് ഹോട്ടലിൻ്റെ പരിസരമാകും, ജീവനക്കാരാകും, അത് ഭക്ഷണം ഉണ്ടാക്കുന്ന ഇടങ്ങളാകും. അതുപോലെ തന്നെ മായം കലർത്തിയാണ് പലപ്പോഴും പലരും ഭക്ഷണം കൊടുക്കുക എന്നതാണ്. വിഷാംശങ്ങൾ കലർന്ന ഭക്ഷണം ആളുകൾ കഴിക്കുന്നതിലൊന്നും പലർക്കും ബുദ്ധിമുട്ടുണ്ടാവാറില്ല. ഇത് എല്ലാ ഹോട്ടലുകളെക്കുറിച്ചുമല്ല. നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നമ്മളകത്തേക്ക് കഴിക്കുന്നത്, എൻ്റെ മക്കളകത്തേക്ക് കഴിക്കുന്ന ഭക്ഷണം എന്താണോ അത് തന്നെ നാട്ടുകാർക്ക് കൊടുക്കണമെന്ന നിർബന്ധ ബുദ്ധിയുള്ള നല്ല റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും നമുക്ക് കാണാൻ പറ്റും. അതേസമയം തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന, മാലിന്യം കലർത്തുന്ന, വൃത്തിയിൽ ശ്രദ്ധിക്കാത്ത ഹോട്ടലുകളും നമുക്ക് കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലെ വൃത്തിയും ശുദ്ധിയും എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.